ഇതെപ്പോഴാ ഞാനിങ്ങനെ ഫുഡ് കഴിക്കും പറയാൻ വേണ്ടിയിട്ട്. ഹലോ, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ ബ്രൈഡ്സ് മെയ്ഡ് ഹാമ്പർ ഇന്ന് പാക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി ഇന്ന് അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇന്ന് October 8th ആണ്. എൻ്റെ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് പാക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് ഈ വീക്ക് എപ്പോഴാണോ മീറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് കൊടുക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുന്നേ എനിക്ക് മെസ്സേജ് വന്നു ഗ്രൂപ്പിൽ, നമുക്കിന്ന് മീറ്റ് ചെയ്താലോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് എല്ലാവരും കൂടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ഓരോരുത്തർക്ക് കൊടുക്കാം. മിക്കവാറും ഇന്ന് അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക. ഫസ്റ്റ് മേ ബി ദേവികയ്ക്കോ ആൻസിക്കോ കൊടുക്കും, കാരണം ഞാൻ അങ്ങോട്ടാണ് ഡയറക്റ്റ് പോണത്. എന്നിട്ട് നമ്മൾ ആതിരേനെ മീറ്റ് ചെയ്യും. സോ ഞാൻ എല്ലാം കൂടെ പറയുമ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ. ഐ എം ഗെറ്റിംഗ് മാരീഡ്. നിങ്ങൾ ചിലപ്പം കല്യാണ സീരീസിൻ്റെ വെഡിങ് സീരീസിൻ്റെ ഇടയിലായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഓൾസോ എനിക്ക് എൻ്റെ പലയിൽ കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സംസാരത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിന് എന്തെങ്കിലും ഒരു ഹാമ്പർ സെറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതെങ്ങനെ നടക്കും, എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ ഒന്നും യാതൊരു ഐഡിയ എനിക്കില്ല. ഞാൻ അങ്ങനെ ഒരുപാട് റെഫറൻസ് വീഡിയോ നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കൊടുക്കാമെന്ന്. ജസ്റ്റ് ഇവിടെ മാത്രമല്ല, നാട്ടിലുള്ളവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഉള്ള എൻ്റെ ഫ്രണ്ട്സിന് ദേവിക, ആൻസി ആൻഡ് ആതിര, അവർക്കാണ് കൊടുക്കുന്നത്. ആൻസി എൻ്റെ ഇവിടുത്തെ ഫ്രണ്ടല്ല, ആൻസി എൻ്റെ നാട്ടിലെ ഉള്ള ഫ്രണ്ടാണ്, ഇവിടെ ഉണ്ട്. പക്ഷേ ആതിരേനെയും ദേവികേനെയും ഞാൻ ഇവിടെ വന്നിട്ട് മീറ്റ് ചെയ്തതാണ്. അപ്പം കഴിഞ്ഞ ഒരു 2 years ഇവിടുത്തെ ലൈഫ് ഈസി ആക്കിയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. അങ്ങനെ അപ്പോൾ ഐ തോട്ട് വൈ നോട്ട്. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓൾസോ നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ ദേവികൻ്റെ ഹസ്ബൻഡ് വന്ന സമയത്ത് കൊടുത്തു വിടിക്കല്ല, ഞാൻ വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊരു കുട്ടി ഹാമ്പർ ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഇപ്പം ചെയ്യാൻ പോണത്. ആൻഡ് അതിനുശേഷം എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഈവനിങ് അവരെ മീറ്റ് ചെയ്യുമ്പം കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഉള്ള ഒരു വീഡിയോ ആയിരിക്കും. ഓൾസോ ലാസ്റ്റ് ഞാൻ നവംബർ എൻഡൊക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നവംബർ മിഡ് ആകുമ്പോഴത്തേക്ക് നാട്ടിൽ പോകുന്നുണ്ട്. അതിനുശേഷം നാട്ടിലുള്ള ഫ്രണ്ട്സിനും കൊടുക്കണം. അപ്പോൾ അതും എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവനും കൂടി എന്നെ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വെച്ചിട്ട് പാക്ക് ചെയ്യണോ അതോ ഇത് വെച്ചിട്ട് പാക്ക് ചെയ്യണോ നമ്മളെ ക്യാൻഡിൽസ്? ഏത്? ഇതാണോ? ഫ്ലോറിലാണോ? ഓക്കെ. ഇത് പക്ഷെ ഞാൻ വിചാരിച്ച പേപ്പർ അല്ല, ഭയങ്കര ബട്ടർ പേപ്പർ പോലത്തെ പേപ്പറായിട്ട്. ഇതാണ് സോക്സുകള്. നീ കൊടുക്കല്ലേ വേണ്ട. എന്നിട്ട് ഞാൻ വിചാരിച്ച ഇതിൽ ഇങ്ങനെ. അപ്പോൾ അത് എൻ്റെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ആകെ ഉള്ളത് ഇതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, വിൽ യു ബി മൈ ബ്രൈഡ്സ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ്സ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി എഴുതാനുള്ളൊരു പോർഷൻ ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും പേഴ്സണലൈസ്ഡ് നോട്ട് എഴുതാം, എന്നിട്ട് നമുക്കത് ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കാം. അതല്ലായിരുന്നു എൻ്റെ ഓപ്ഷൻ. എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അവരെ പേരെഴുതാം ആൻഡ് ഇങ്ങനത്തെ എന്തെങ്കിലും സ്റ്റാമ്പ് പോലെ ഫീൽ ചെയ്യാൻ ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുകയെന്ന്, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. സോ കുറേ നേരമായിട്ട് ഞാനിതൊക്കെ ചെയ്യായിരുന്നു. എല്ലാവർക്കും ഞാൻ പേഴ്സണൽ ലെറ്റർ എഴുതി. അപ്പോൾ എൻ്റെ ബ്രൈഡ്സ് മെയ്ഡ് ഹാമ്പർ പാക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. വൈകുന്നേരമാണ് അവരെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആദ്യം ദേവികേൻ്റെ അങ്ങോട്ട് പോയിട്ട് ദേവികേൻ്റെ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൊടുക്കാമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എങ്ങനെ ഇതെല്ലാം കൂടി കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരുപാട് വലിയ സാധനമൊക്കെ ആയിട്ട് പോയാൽ അവർക്ക് ഡൗട്ട് അടിക്കും. അപ്പം എനിക്ക് അതിനും ഒരു ഐഡിയ കണ്ടുപിടിക്കണം. ചെയ്ത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട്, അയ്യോ ഞാൻ വാച്ച് ഇട്ടാൻ പറഞ്ഞത് സാറില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. എല്ലാവരും കൂടെ ഇന്ന്
ദേവികേൻ്റെ വീട്ടിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കാനല്ലായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കഫേയിലെങ്ങാൻ പോയിട്ട് അങ്ങനെ ചെയ്യാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അതിനെ ഞാൻ പുഷ് ചെയ്താൽ ഇവർക്ക് സംശയം തോന്നും. ഇപ്പം എന്താണെങ്കിലും ദേവികയായിട്ട് പുഷ് ചെയ്തിട്ടും കൊണ്ടാണ് ആതിര പറഞ്ഞാൽ തോന്നുന്നു ഇന്ന് മീറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ എന്താണെങ്കിലും ഒരു പെട്ടെന്നൊരു ഇന്ന് രാവിലെ പ്ലാൻ ചെയ്ത് ഇപ്പം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇപ്പം തന്നെ കൊടുത്തേക്കാമെന്ന്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 3 പേരെയും കൂടെ സാധനം എനിക്ക് ഒരുമിച്ച് ബാഗിലിട്ട് വിത്ത് ആ ബാഗ് കൊണ്ടില്ല. അപ്പം ഞാൻ ആതിരേൻ്റെയും ആൻസിൻ്റെയും പെറുക്കി അല്ലാണ്ട് ബാഗിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ദേവികേൻ്റെത് മാത്രം ഞാൻ ബാഗോടൊക്കെ വെച്ചു. അപ്പോൾ ഇപ്പോൾ ചെന്നപാട് ദേവികയ്ക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടുന്ന് ആതിരേൻ്റെ ആൻസിൻ്റെയും റീപാക്ക് ചെയ്യണം. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. കുറച്ച് നേരം പുറത്ത് നിൽക്കേണ്ടി വന്നു. ദേവികേനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ശങ്കരേട്ടനാണ് ഓപ്പൺ ചെയ്ത് തന്നത്. ബോഡിയിൽ ആ മിസ്റ്റോ അതെല്ലാം ഇട്ടിട്ട് തന്നെ. അപ്പം ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻ വരികയാണെങ്കിൽ. കൊറിയർ ഇതാ നോക്ക്, ബ്രൈഡ്സ് മെയ്ഡ് ഹാമ്പറാണ്. Really? Will you be my bridesmaid and help me tie the knot? Of course! Yes! Oh, yes! ഇതെപ്പോഴാ ചെയ്തതാ. ഞാനിങ്ങനെ മുട്ടായിരുന്നു പറയാൻ വേണ്ടിട്ട്. ഓ നല്ല മണം. ഞാൻ പൊളിച്ചില്ല, മണം പോകണ്ടെന്ന്. അതല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയാണെങ്കിൽ ഇതുണ്ടോ. സോ ഗൈസ്, നമ്മളെ ബ്രൈഡ്സ് മെയ്ഡ് ഹാമ്പർ കൊടുക്കണതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. പറയിങ്ങോട്ട് 4 വാക്ക് എന്നെ പൊക്കി പറയല്ലായിരുന്നു. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾക്കൊക്കെ തന്നില്ലേ. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇതെല്ലാം ഹാൻഡിൽ ചെയ്തത് എങ്ങനെ പ്ലാൻ ചെയ്തു? യൂഷ്വലി ഒന്നും ഒറ്റയ്ക്ക് ചേർന്ന്. അതെ അല്ല, അതായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ടാസ്ക്. പക്ഷെ എന്നിട്ട് ഞാൻ ഇവളോട് പറഞ്ഞു. പക്ഷെ ഞാൻ അറിഞ്ഞു. അതെ, അത് പിന്നെ ഭയങ്കര സർപ്രൈസ്. അതെ, കംപ്ലീറ്റ്ലി ഒന്നറിയാണ്ട് വന്നത് ആദ്യം മാത്രമാണ്. അല്ല, തന്നപ്പം സർപ്രൈസ്ഡ് ഒക്കെ ഉണ്ട്. പക്ഷെ ആൻസിനോട് ഞാൻ ആദ്യം പറഞ്ഞു നമ്മളിങ്ങനെ, ഞാൻ അവളോട് ചോദിക്കും നമുക്ക് എങ്ങനെ ചെയ്താലോ. അത് ചെയ്യോന്ന് ഉറപ്പൊന്നുമില്ല. നമ്മുടെ കല്യാണത്തിന് നമ്മൾ ഈ ബ്രൈഡ്സ്മെയ്ഡ്സ് പരിപാടി അങ്ങനെ ഇല്ലല്ലോ. അപ്പം ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി ഞാൻ നാട്ടിൽ പോയിട്ട് എൻ്റെ നാട്ടിലത്തെ ഫ്രണ്ട്സിന് കൊടുക്കുമ്പം, അതെ, ഐശ്വര്യ, അക്ഷര, അർഷേച്ചി ആൻഡ് രേഷ്മ, 3 മാസം കഴിഞ്ഞിട്ടല്ലേ അത് കാണാൻ പറ്റും. അതെ അതൊക്കെ എപ്പോഴേ വരുള്ളൂ. അപ്പം അതും കൂടെ കാണാം. ഞാൻ അങ്ങനെ നാടെത്തി. ഐശ്വര്യൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ ഐശ്വര്യയുണ്ട്, അക്ഷരയുണ്ട്. അപ്പോൾ രണ്ടാക്കുള്ള ബ്രൈഡ്സ് മെയ്ഡ് ഹാമ്പർ അപ്പം നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. സോ ഇതാ ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഐശ്വര്യയ്ക്കും അക്ഷരയ്ക്കാണ് ഇന്ന് കൊടുക്കുന്നത്. ഐശ്വര്യയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം, കാരണം ഐശ്വര്യ എന്തായാലും പരിപാടീൻ്റെ ഇടയിലേക്കല്ലോ. അത് കാണണ്ട കേട്ടോ, അമ്മ എങ്ങനെ വെച്ചാൽ കാണും. അമ്മയാണ് ഐശ്വര്യനെ പിടിച്ചത്. അപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ട് കാണൂലേ, മനസ്സിലാവില്ലേ.
അല്ല നിനക്കാണ്. അതെന്താ നോക്ക്, തുറക്കണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട് നോക്കിയാൽ മതി. തിരിക്കടി. നീ സമയം കിട്ടുമ്പോ പൊട്ടിച്ചോ. ഓക്കെ, ഇനി ഫോട്ടോ. കല്യാണം അടുത്ത മാസം. വലിയ ബ്രൈഡ്സ്മെയ്ഡ് ആണ്. എനിക്ക് കരയാനുള്ള വേണേ തുറന്നാ മതി. തുറക്കണ്ട. സോ നമ്മളെ ലാസ്റ്റ് ബ്രൈഡ്സ്മെയ്ഡ് ആയിട്ടുള്ള രേഷ്മേന്റെ ബ്രൈഡ്സ്മെയ്ഡ് ഹാമ്പർ കൊടുക്കാൻ വേണ്ടി രേഷ്മ വർക്ക് ചെയ്യുന്ന ബാങ്കിലേക്ക് വന്നതാണ്. ഇപ്പൊ ഇന്ന് എത്ര ദിവസം എന്നറിയോ? ഡിസംബർ 16 ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ കല്യാണത്തിന്. ഒരാഴ്ച ഇല്ല. കയറി ഓളോട് കാറിലേക്ക് ഇരിക്കാൻ പറയാം, എന്നിട്ട് നമുക്കിത് കൊടുക്കാം. ഹലോ, ഇനി കോമ്പൗണ്ട് കയറി. ഞാനൊരു ലെറ്റർ നാളെയും പോവാണ്ട് ലവ് ലെറ്റർ ആണോ? അത് ഉച്ചയ്ക്ക് എത്തുന്ന വിചാരിക്കുന്നത്. ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം. അത് തരാനടി. ഓ കരയിപ്പിക്കല്ലേ പനിയാ. ഇതല്ലേ കരയിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ലോണം കല്യാണമൊക്കെ കഴിച്ചു വരിക. ചുറ്റിനാണല്ലോ. ട്രിപ്പാ. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ബ്രൈഡ്സ്മെയ്ഡ് ഹാമ്പർ കൊടുക്കുന്ന വ്ളോഗ്. സോ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കണത് നിങ്ങൾ കണ്ടു, സാധനങ്ങൾ പാക്ക് ചെയ്യണത് കണ്ടു, ആൾക്കാർക്ക് കൊടുക്കണത് നിങ്ങൾ കണ്ടു, ഞാൻ എല്ലാം കണ്ടു. അപ്പോൾ ഇതൊക്കെ വെഡ്ഡിങ് വീഡിയോസിൻ്റെ ഇടയിലൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടാവുക. അപ്പോഴത്തേക്ക് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഈ വീഡിയോ ആക്കുമ്പോഴത്തേക്ക്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് മുടി കളർ ചെയ്തു കേട്ടോ. അത് നമുക്ക് ഇതിൽ വരുന്ന കാര്യമല്ല. എന്നാലും അപ്പം മറ്റൊരു വീഡിയോ വെച്ച് കാണാം. ബൈ.